അപ്പോൾ നമുക്കിനി മെട്രോയിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കയറിയത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെന്നൈ മെട്രോയിലാണ് കേട്ടോ. ചെന്നൈ മെട്രോ ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പലരും വന്നിട്ട് ഇവിടെ ഞാൻ വന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് ഈ ചെന്നൈ മെട്രോ എങ്ങോട്ടാണ്, ഡയറക്ഷനൊക്കെ എങ്ങോട്ടാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ചെന്നൈ മെട്രോൻ്റെ ചെറിയൊരു വീഡിയോ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒന്നും കൂടി സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ചെന്നൈ FC-യുടെ ഹോം ഗ്രൗണ്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ. 40,000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു സ്റ്റേഡിയമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അപ്പോൾ ഇവിടെ 2 ലോക്കൽ ട്രെയിൻ ഉണ്ട് കേട്ടോ. 2 ലോക്കൽ ട്രെയിൻ ഞാൻ കാണിച്ചു തരാം. ഇത് പഴയ ലോക്കൽ ട്രെയിനാണ് കേട്ടോ, പഴയ ബോഗിയാണ്. പിന്നെ അപ്പുറത്ത് കിടക്കുന്നതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും, അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നത് അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ഉള്ളിൽ. അപ്പോൾ ഇപ്പോൾ കണ്ടതാണ്ടോ, ഇവിടെ പണ്ടുണ്ടായ ലോക്കൽ ട്രെയിനാണ് ഇപ്പോൾ നമുക്ക് കയറിയത്. ഇനി നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെയുള്ള ട്രെയിനിൽ കയറാം. ചെന്നൈ സെൻട്രൽ സബർബനിലുള്ളത് 5 പ്ലാറ്റ്ഫോമുകളാണ് കേട്ടോ. ചെന്നൈ സെൻട്രലിലേക്ക് വർക്കിനും മറ്റാവശ്യങ്ങൾക്കായിട്ട് ആൾക്കാർ വരാനായിട്ട് യൂസ് ചെയ്യണത് ഇതേപോലുള്ള ലോക്കൽ ട്രെയിനുകളിലാണ്. ഇതിൽ ചിലവ് കുറവാണ്, സമയം കുറവാണ്. ഇന്ത്യയിലെ മുംബൈയും കൊൽക്കത്തയും കഴിഞ്ഞാൽ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള സബർബൻ റെയിൽ സിസ്റ്റം ഉള്ളത് ചെന്നൈയിലാണ്. നമുക്ക് സ്റ്റേഷൻ്റെ മെയിൻ സ്ഥലത്തേക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം.
ഇതാണ്ട സെൻട്രൽ സ്റ്റേഷൻ ലെഫ്റ്റിൽ കാണാനേ. ഇപ്പം മെയിനായിട്ടുള്ള ട്രെയിനൊക്കെ ദൂരെ നിന്ന് ഓടി വരുന്ന ട്രെയിനെല്ലാം ഇവിടെ ഉണ്ടാ, അവിടെ ആയിരിക്കും നിർത്തുന്നത്. പിന്നെ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് പാർക്ക് ടൗൺ സ്റ്റേഷൻ. അപ്പോൾ നമുക്കിനി മെട്രോയിലേക്ക് പോകട്ടോ. ഇപ്പോൾ സബ്വേന്ന് വന്നാട്ടാ, അവിടുന്ന് ചെന്നൈ സെൻട്രൽ സബർബനിയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ നടന്നു വന്നു. പിന്നെ ഇവിടുന്ന് ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നേരെ നമുക്ക് നടന്ന് ഇങ്ങോട്ട് പോകാം. എന്നിട്ട് നമുക്ക് സബ്വേ വഴി വേണം നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് എത്താൻ. ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ നേരെ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് നടന്ന് നേരെ വന്നത്. വലിയ പേരാണ്ടാ, അത് നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്താണ്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും കാണണേ. ഞാൻ ലിങ്ക് കൊടുക്കാം. കണ്ടോ, ഓരോ ബസ്സിൻ്റെയും നമ്പർ ഇവിടെ ഉണ്ടാവും. ഇതാണെങ്കിൽ ഓരോ ബസ്സിൻ്റെയും നമ്പർ. അപ്പോൾ ഇവിടെ രണ്ട് ഇതുണ്ട് കേട്ടോ. എക്സ്പ്ലോർ എന്ന് കാണിച്ചേക്കാണ് സബ്വേ, അത് പാർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കാണാം സെൻട്രൽ മെട്രോ എന്ന് എഴുതിയേക്കുന്നത്. ഈ എൻട്രൻസ് വഴിയാണ് നമ്മൾ പോകുന്നത് അടിയിലേക്ക്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇങ്ങോട്ടാണ് പോകുന്നത്, ചെന്നൈ മെട്രോ റെയിൽ ടിക്കറ്റ് കൗണ്ടർ. From platform 2 in 6 minutes. ഇപ്പോൾ രണ്ട് ലൈനാണ് കേട്ടോ, ഗ്രീൻ ലൈനും ബ്ലൂ ലൈനും. അതാണ് 1-2 പ്ലാറ്റ്ഫോംസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
രണ്ട് പല ലൈൻ സ്ഥലങ്ങളിലേക്കും എളുപ്പത്തിൽ പോകുവാനായി ഈ ഗ്രീൻ ലൈനും ബ്ലൂ ലൈനും സഹായിക്കുന്നു. ഇപ്പൊ നമ്മളിപ്പോ എഗ്മോറിലേക്ക് കണ്ട പോകണം. എഗ്മോറിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണം. Platform 2. ഇവിടെ ചെന്നൈ മെട്രോ പ്രവർത്തിക്കുന്നത് 2 ലൈനുകളിലായിട്ടാണ്. അതിലൊന്ന് ഗ്രീൻ ലൈനും മറ്റൊന്ന് ബ്ലൂ ലൈനും. പക്ഷെ അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകട്ടോ. ഭയങ്കര വലിയ ഏരിയ ഉണ്ടോ. ഈ 2 ലൈൻ കൂടാതെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത് പർപ്പിൾ ലൈൻ, റെഡ് ലൈൻ, ഓറഞ്ച് ലൈനുമാണ്. ചെന്നൈ സെൻട്രൽ മുതൽ സെയിൻറ്റ് തോമസ് മൗണ്ട് വരെ 22 കിലോമീറ്ററിൽ 17 സ്റ്റേഷനുകളിലായിട്ടാണ് ഗ്രീൻ ലൈൻ വർക്ക് ചെയ്യുന്നത്. ഇതിലെ 9 സ്റ്റേഷനുകൾ അണ്ടർഗ്രൗണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ബ്ലൂ ലൈനിലെ 26 സ്റ്റേഷനുകളിൽ 13 അണ്ടർഗ്രൗണ്ടും ബാക്കിയുള്ളതെല്ലാം ഗ്രൗണ്ട് ലെവലിലുമാണുള്ളത്. ചെന്നൈ മെട്രോയിൽ സഞ്ചരിക്കുന്നതിനായി മിനിമം ഫെയർ 10 രൂപയും മാക്സിമം ഫെയർ 50 രൂപയുമാണ്. Will be leaving from platform 2 in അപ്പോൾ നമുക്ക് അടിയിലേക്ക് പോകട്ടോ. സബ്വേ 6 minutes. അണ്ടർഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെന്നൈ മെട്രോയുടെ കോച്ചുകളെല്ലാം മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് കമ്പനിയായ ആൽസ്റ്റോമാണ്. മെട്രോയിൽ കയറിട്ടോ. This station, Egmore Metro. Doors will open on the right. Change here for suburban and long distance trains. Arthanera, Egmore Metro. Egmore Metro. അപ്പോൾ എഗ്മോർ എത്തിയിട്ടോ. ഇത് മൊത്തം കവേർഡാണ് കേട്ടോ. അത് ആൾക്കാരെ അങ്ങോട്ട് ചാടാണ്ടിരിക്കാൻ വേണ്ടി, അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ. Next train to Central Metro is arriving on platform 2. Central Metro செல்லும் அடுத்த ரயில் 2ஆம் நடைமேடையிலிருந்து புறப்படும். Next train
ഇതിപ്പോൾ ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. Now platform 1 is 4 minutes. Is arriving on platform 2 in 5 minutes. ഉപയോഗിച്ച് നമുക്ക് എക്മോർ സ്റ്റേഷനിൽ വരാം കേട്ടോ. അപ്പോൾ ബാക്കിൽ കാണുന്ന സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് എക്മോർ റെയിൽവേ സ്റ്റേഷനിലെത്താം. അപ്പോൾ നമുക്കൊന്ന് എക്മോർ വരെ ഒന്ന് കയറട്ടോ, പൊക്കത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. എൻ്റെ പുറകിൽ ഇവിടെ കാണാണ്ട എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് മുമ്പേ പോകുന്നത്. കാണുന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ കാണുന്നതാണ് എഗ്മോർ പള്ളി. നമ്മൾ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തായിരുന്നു. കാണാത്തവരെല്ലാവരും ഒന്ന് പോയി കാണണേ. ആ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മളുള്ളത് ചെന്നൈ എഗ്മോറിലാണ്. എഗ്മോറിൽ മെട്രോ കയറി വന്നതാണ്. പിന്നെ നമുക്ക് തിരിച്ച് സെൻറ്ററിലേക്ക് പോവാം. ഇത് കറക്റ്റ് ടൈമിന് എപ്പോൾ വരുമെന്ന് ഇവർ അനൗൺസ് ചെയ്യും കേട്ടോ. വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്നത് പാർക്ക് റെയിൽവേ സ്റ്റേഷൻ കടന്നാണ്. പക്ഷേ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മെട്രോ ഒന്ന് എടുത്തിട്ട് ഇതുണ്ട് ഇവിടുന്ന് നേരെ എഗ്മോറിലേക്ക് പോകാം. പക്ഷേ പിന്നെ നമുക്ക് ചെന്നൈ സെൻറ്ററിലേക്ക് നമുക്ക് തിരിച്ച് പോകാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഇങ്ങോട്ട് വന്നപ്പോൾ 10 രൂപ ഉണ്ടാവും. നമുക്കിപ്പോൾ ടിക്കറ്റ് എടുക്കാം കേട്ടോ. നമ്മൾ ഇപ്പോൾ എഗ്മോർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പോകണേ കേട്ടോ, സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകണേ. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. Is arriving on platform 2 in 3 minutes. உங்கள் வாட்ஸ்அப் மொபைல் எண்ணை உள்ளிடவும். Next train to airport is arriving on platform 1. മെട്രോ ഒന്ന് പുറത്തേക്ക് വന്നിട്ടോ, സെൻറ്ററിലേക്ക് എത്തി. അപ്പോൾ നമ്മ അവിടെ നിന്നാണ് കേട്ടോ കയറിയത്. അവിടെ നിന്ന് കയറി നമ്മ ഈ സൈഡിൽ നമ്മൾ തിരിച്ചെത്തി. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് കയറി. നമ്മൾ തിരിച്ച് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എല്ലാവരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.